എൻ്റെ സ്വകാര്യമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിനടുത്ത് തിട്ടമംഗലം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വട്ടിയൂർക്കാവിൻ്റെ പ്രാധാന്യം ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. സ്വാതന്ത്ര്യ സമരം തിരുവിതാംകൂറിലൊക്കെ വരുന്ന സമയത്ത് വട്ടിയൂർക്കാവ് പ്രക്ഷോഭം, വട്ടിയൂർക്കാവിൽ വളരെയധികം സ്വാതന്ത്ര്യദാഹികളായ ആളുകൾ നിവസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അങ്ങനെ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. ഇന്ന് അത് ഗ്രാമമൊന്നുമല്ല, തിരുവനന്തപുരം സിറ്റിയുടെ അവിഭാജ്യമായ ഭാഗം തന്നെയാണ്. അവിടെയാണ് ജനിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നാട് തിരുവനന്തപുരം തന്നെയാണ്. അച്ഛൻ്റെ പേര് വാസുദേവൻ നായർ, അമ്മ സുകുമാരിയമ്മ. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നത് തിരുമല സ്കൂളിലാണ്, UPS സ്കൂളിലാണ്. അതും കഴിഞ്ഞിട്ട് ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. ഈശോ സഭ വൈദിക നടത്തുന്ന ആ വിദ്യാലയം അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖമായ ഒരു സ്കൂളായിരുന്നു സെൻറ്റ് ജോസഫ് ഹൈസ്കൂള്. തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിന് നേരെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോസഫ് ഹൈസ്കൂള്. അന്ന് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളും സെൻറ്റ് ജോസഫ് സ്കൂളും തമ്മിലാണ് മത്സരം. സ്വകാര്യ സ്കൂളുകളൊന്നും അന്ന് അത്രത്തോളം പ്രാമുഖ്യം നേടിയിട്ടില്ല. ആ സമയത്ത് സ്കൂളിൽ വളരെ സജീവമായി സോഷ്യൽ സർവീസ് സ്കീമിലും, അതോടൊപ്പം അന്ന് സ്കൂൾ പാർലമെൻറ്റാണ്. അന്ന് രാഷ്ട്രീയം ആ സ്കൂളിൽ ഇല്ല. ഇന്നും ഈശ്വസഭയുടെ സ്കൂളിൽ രാഷ്ട്രീയം അനുവദിക്കാറില്ല. പക്ഷേ അന്ന് ആ സ്കൂളിൽ ഞാൻ സ്കൂൾ സ്പീക്കറായിരുന്നു, സ്കൂൾ അസംബ്ലിയുടെ സ്പീക്കറായിരുന്നു. അവിടെ നിന്നാണ് പ്രസംഗത്തിൻ്റെയും അതുപോലെ ഉപന്യാസത്തിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അന്ന് അതിനൊക്കെ പ്രേരിപ്പിച്ചതെന്ന് ഫാദർ കുഞ്ചറിയ. നിങ്ങൾ കേട്ടിരിക്കുക, അദ്ദേഹം ദാരുണമായൊരു സ്കൂട്ടർ അപകടത്തിലാണ് മരിച്ചത്. സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ കുറേ വൈദികർ എന്നെ ഇങ്ങനെ ഈ ഒരു സാഹിത്യ അഭിരുചി വളർത്തിയതിലും പബ്ലിക് സ്പീക്കിങ്ങിൽ ആകർഷകരാക്കിയതിലുമൊക്കെ കുറേ വൈദികരെ പേരുണ്ട്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ജോർജ് കുര്യൻ, അതുപോലെയുള്ള കുറേ ആളുകളുണ്ട്. ഫാദർ മുരിക്കൻ, അങ്ങനെ വിശ്വേശ്വരൻ നായർ സാറ്, അങ്ങനെ കുറേ സ്കൂളിൽ എടുത്തു പറയാവുന്ന കുറേ ഗുരുഭൂതന്മാരുണ്ട്. അതോടൊപ്പം സ്കൂളിലും കോളേജിലുമൊക്കെ എന്നോടൊപ്പം പഠിച്ച ശ്രീ MG രാധാകൃഷ്ണൻ, എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം പി ഗോവിന്ദപിള്ള സാറിൻ്റെ മകനാണ്. അപ്പം രാധാകൃഷ്ണൻ ഞാനും സ്കൂളിലും കോളേജിലും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഏകദേശം 6 വർഷം ഞങ്ങൾ സഹപാഠികളായിരുന്നു. രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് പുസ്തകങ്ങളോടുള്ള പ്രേമം എനിക്ക് വർദ്ധിച്ചത്. ഗോവിന്ദപിള്ള സാറിൻ്റെ വീട്ടിലുള്ളിടത്തോളം പുസ്തകം എനിക്ക് കേരളത്തിൽ ഞാൻ വേറെ ആരും വീട്ടിലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഭാഷ് തങ്ങളുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 മുറി മുഴുവൻ പുസ്തകങ്ങളാണ്. ഇത് എത്ര ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം വായിക്കാറില്ല, ചിലതൊക്കെ റെഫറൻസാണ്. അങ്ങനെ വളരെ 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 സമ്പന്നമായ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ഗോവിന്ദപിള്ള സാറിൻ്റെ വീട്. അത് രാധാകൃഷ്ണനുള്ള ബന്ധമാണ് എനിക്ക് അതിന് കാരണഭൂതമായത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കൂൾ പഠനകാലത്ത് സുഹൃത്തുക്കളിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് രാധാകൃഷ്ണനെയാണ്. അത് കഴിഞ്ഞ കോളേജ് പഠനകാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നതാണ് C. ഉണ്ണിരാജയുടെ മകൻ ബാബുരാജ്. അദ്ദേഹവും ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത്, ഷോർട്ട് ഫിലിം രംഗത്തൊക്കെ വളരെ ആർജവത്തോടുകൂടി ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹവും എൻ്റെ കോളേജ് ഫ്രണ്ടാണ്. അതിനെല്ലാം അതീതമായിട്ട് ശ്രീ പ്രിയദർശൻ, സുപ്രസിദ്ധമായ സംവിധായകൻ, സിനിമാ സംവിധായകൻ പ്രിയദർശൻ ഞങ്ങളുടെ കോളേജ് മേറ്റായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ്, ഞാൻ എക്കണോമിക്സുമായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോഴും അടുത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിരുന്നു. ആ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇന്നത്തെ കോഫി ഹൗസ് അല്ല. തിരുവനന്തപുരത്തുള്ള ഒരുവിധം എല്ലാ പ്രമുഖരും ഈ വൈകുന്നേരങ്ങളിൽ സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ആ കോഫി ഹൗസിലുള്ള നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളായിരുന്നു എന്നെക്കെട്ടും ഒരു 2-3 വയസ്സിന് താഴെയുള്ള ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു. അങ്ങനെ ഒരു വലിയ സുഹൃത്ത് സംഘം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അവരുമായിട്ടൊക്കെ സംവദിക്കാനും അവരുമൊക്കെ കാണുവാൻ, ആ കാലത്ത് സംസാരിക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനമായിരുന്നു. പ്രീ ഡിഗ്രി പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അതും കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെത്തുമ്പോഴാണ് ഈ സൗഹൃദം ഇത്ര വിപുലമാകുന്നത്. അങ്ങനെ വളരെ വൈപുല്യമാർന്ന ഒരു സൗഹൃദ സദസ്സ്, അവിടുന്ന് കിട്ടിയ പ്രചോദനം, അതെല്ലാം നിൽക്കുമ്പോഴാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബന്ധങ്ങളൊക്കെ അങ്ങനെ കാര്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും അപൂർവമായി നാട്ടിൽ പോകുമ്പോൾ അവരൊക്കെ കാണാറുണ്ട്, അവരോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ സംവിധായകൻ രാജീവ് നാഥിൻ്റെ സഹോദരൻ അശോകൻ, അവരൊക്കെ നമ്മുടെ അന്നത്തെ കാലത്തെ ഈ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു സമൂഹം അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ അതുപോലുള്ള ഒരു സൗഹൃദ വേദികളൊക്കെ ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് നഷ്ടമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതൊരുപക്ഷെ നഗരവൽക്കരണത്തിൻ്റെ ഒരു അതിപ്രസരം കൊണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള സാമൂഹ്യ രംഗത്തുള്ള ഇടപെടലുകൾ കൊണ്ട് ആളുകൾ വ്യക്തിബന്ധങ്ങളും വ്യക്തിപരമായ വേദികളും ഒക്കെ ഒഴിവാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരു വേദി ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ട് പുറകെ പ്രവർത്തിക്കുന്ന നാഷണൽ ക്ലബ്ബ്, ഞാൻ നാഷണൽ ക്ലബിൻ്റെ ഒരു ഭരണസമിതി അംഗമായിരുന്നു. അവിടെയും അത് പണ്ട് കാലത്തുള്ള ഒരു സങ്കല്പം, ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരല്പം ലഹരിയൊക്കെ നിവർന്നിരിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമാറ്റി വളർത്തിയെടുക്കാൻ കുറേ കാലം അതിനോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ പുരോഭാഗത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ക്ലബ്ബ്, അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കേരള ജിംഖാന കഴിഞ്ഞാൽ അടുത്തൊരു നല്ല ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റർ തുറക്കുന്നത് തന്നെ അവിടെയാണ്. ഒരു നല്ല ജിംനാസ്റ്റിക്, അതുപോലെ തന്നെ ഒരു നല്ല വ്യായാമ പരിശീലന കേന്ദ്രം, അതോടൊപ്പം ഒരു നല്ല ഓഡിറ്റോറിയം, നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊക്കെ തിരുവനന്തപുരം സിറ്റിയുടെ ഹാർട്ടായ സ്ഥലത്ത് തന്നെ സംഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരുപാട് നല്ല ആൾക്കാരുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തും അന്ന് വ്യക്തിമന്ത്രി ഒത്തിരി ആൾക്കാർ, അഡ്വക്കേറ്റ് പെരപ്പംകോട് ശ്രീധരൻ നായർ സാറ്, അതുപോലെ തന്നെ ലംബോദരൻ നായർ IPS, അങ്ങനെ ഒരു വലിയ നിര, പോലീസ് രംഗത്തും സാഹിത്യരംഗത്തും ഈ രമേശൻ നായർ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഒരു സംഗമ വേദിയായിരുന്നു ഇത്. ഇപ്പം സായികുമാർ ഞങ്ങളുടെ ക്ലബിൻ്റെ അന്നത്തെ മെമ്പറാണ്, ജഗദീഷ് അവിടെ മെമ്പറാണ്. അങ്ങനെയുള്ള സിനിമാ രംഗത്തും അത് സാമൂഹ്യ രംഗത്തും ഒക്കെ ഉള്ള കുറേ ആളുകളുണ്ട്. എങ്ങനെ നോക്കിയിരുന്നാലും ഒരു നല്ല ഒരു സൗഹൃദ വേദി ഇപ്പോഴും അവിടെ ഞാൻ പോകുമ്പോഴൊക്കെ അവിടെ പോകാറുണ്ട്. അവരുമായിട്ടൊക്കെ സംവദിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. അതും ഒരു നല്ല അനുഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഒരു സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ സാഹിത്യ രംഗത്തുള്ള താല്പര്യം ആണ് എപ്പോഴും എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത്. കാരണം സ്വപ്നം കാണാനും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണാനും കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സാഹിത്യം തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തെ മുമ്പോട്ട് നയിക്കുന്നത് തന്നെ, പ്രത്യാശ പകരുന്നത് തന്നെ എഴുത്തുകാരാണ്. അപ്പോൾ എല്ലാ കാലത്തും ഞാൻ ഒരിക്കലും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയാണ് സാഹിത്യം. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അമേരിക്കയിലുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കിട്ടും, പക്ഷേ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നമ്മളെ ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ പരിസരം അഡ്രസ്സ് ചെയ്യുന്ന പുസ്തകങ്ങളായിരിക്കും. അതായത് പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കുറേയൊക്കെ സുപരിചിതമായ ഒരു ചുറ്റുപാടുകളായാൽ അത് വളരെ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് എപ്പോഴും മലയാള സാഹിത്യത്തിലോട് നമ്മൾ അടുപ്പിച്ച് നിർത്തുന്നത്. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു മലയാള മണ്ണിൻ്റെ ഗന്ധം, സാഹിത്യം മാത്രമല്ല വരുന്നത്. അത് MD ആയിരുന്നാലും M മുകുന്ദനായിരുന്നാലും സേതു ആയിരുന്നാലും അങ്ങനെയുള്ള എല്ലാ എഴുത്തുകാരെയും വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ സുഭാഷ് ചന്ദ്രനുണ്ട്, സന്തോഷ് കുമാറുണ്ട്, സന്തോഷ് എച്ചിക്കാനുമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വളരെ പോപ്പുലറായ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയ ധർമ്മടം, അദ്ദേഹത്തിൻ്റെ പുസ്തകവും ഞാൻ വായിക്കാറുണ്ട്. അതിനെയൊക്കെ സംബന്ധിച്ച് ആ വായന പങ്കുവയ്ക്കാനുള്ള വേദി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യാസം. നാട്ടിൽ നമുക്ക് പലപ്പോഴും അങ്ങനത്തെ വേദികളിൽ BJT ഹാളിലൊക്കെ പണ്ട്, ഇപ്പോൾ അതിൻ്റെ ഹാളിൻ്റെ പേര് മാറ്റിയെങ്കിലും YMCA ഹാൾ, അവിടെയൊക്കെ സാഹിത്യ ചർച്ച നടക്കുമെങ്കിലും വളരെ പരിമിതമായ സദസ്സാണ്. പക്ഷെ അതിനേക്കാളേറെ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത് കുറെക്കൂടെ സജീവമായിട്ട് സാഹിത്യ രംഗത്തെ അറിയാൻ താല്പര്യമുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ട്. ആ തലമുറയുമായിട്ട് നമുക്ക് വായന അനുഭവം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ചയിൽ മറ്റാളുകളെ പുസ്തകം വായിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കാൻ കഴിയും. അറിയാത്ത കാര്യമാണെങ്കിൽ അവരത് പഠിക്കും കൂടുതലായിട്ട്. അപ്പം റാം കെയർ ഓഫ് ആനന്ദി വളരെ വിവാദമായ ഒന്നാണ്. ആ പുസ്തകത്തിന് നാഷണൽ അവാർഡ് കൊടുത്തപ്പോൾ അവാർഡിൻ്റെ സങ്കല്പത്തെ തന്നെ ആളുകൾ പലരും ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വായിച്ചു. പക്ഷേ ഇത്രത്തോളം റീഡബിലിറ്റി ഉള്ളൊരു പുസ്തകം, ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇപ്പോൾ ജനകീയ സാഹിത്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തരുടെയും സങ്കല്പമനുസരിച്ചാണ് ഓരോന്നിനെയും വിലയിരുത്തുന്നത്.
അത് ആത്മനിഷ്ഠമാണ്. തീർച്ചയായും അത് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന നമ്മളൊക്കെ കോളേജ് കാലത്ത് നമ്മൾ പിന്നെ ചങ്ങമ്പുഴയെക്കുറിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന ആളുകൾ നടത്തിയിരുന്ന വിലയിരുത്തലുകൾ എന്ത് വികലമായ വിലയിരുത്തലായിരുന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചങ്ങമ്പുഴയെ പോലെ ഇത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു എഴുത്തുകാരൻ, താൻ പിന്നെ എഴുതിയ പുസ്തകം പഠിപ്പിക്കുന്നതിന് വേദിയാകാൻ കഴിഞ്ഞ ഒരാൾ, അങ്ങനെയുള്ള ഒരാളിനെ പോലും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്ത്, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഗ്രൂപ്പിസത്തിൻ്റെ പുറത്ത് സാഹിത്യത്തെ മലീമസമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ദീർഘമായി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ പ്രവണതയ്ക്ക് പക്ഷേ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പഴയതുപോലെ എഴുത്തുകാരെ അങ്ങനെ പൂർണ്ണമായി ചങ്ങലക്കിടാൻ കഴിയുന്നില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിയുമ്പോൾ KR മീരയോട് എനിക്കുണ്ടാകുന്ന ഒരു അടുപ്പം, പക്ഷെ അവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അവരെ കൊണ്ടെത്തിക്കുന്ന ചില സങ്കേതങ്ങൾ നമ്മളിൽ നിരാശ ഉണർത്താറുണ്ട്. അപ്പോൾ അതിനോടാണ് നമുക്ക് വ്യത്യാസം. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ചങ്ങമ്പുഴ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വളരെ തുറന്ന ഒരു മനസ്സ്, ഒരു ആസ്വാദന ശേഷി, നമ്മളോട് മാത്രം സ്വകാര്യമായി ഒരു എഴുത്തുകാരൻ സംസാരിക്കുന്നു എന്നൊരു ഫീല്, എന്നൊരു വികാരം ഒരു കൃതിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ആ കൃതിയോട് അടുപ്പിക്കാറുള്ളൂ. എപ്പോഴും ചില പുസ്തകങ്ങൾ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും നമ്മൾ മാറ്റിവെക്കാറില്ല. ഇപ്പോൾ രണ്ടാമൂഴം ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, രണ്ടാമൂഴത്തിൻ്റെ കഥയിൽ ഭീമന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം, പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികവാദികളുടെ ഭാഗത്ത് അത് നീതീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ വിവാദങ്ങൾ, അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മളതിൻ്റെ സാഹിത്യപരമായ മേന്മയിലേക്ക് മാത്രം പോകുമ്പോൾ, അതിലുള്ള സാഹിത്യ അംശങ്ങൾ ആസ്വദിക്കാൻ കഴിയുമ്പോൾ അതൊരു ബൃഹത്തായ പുസ്തകമാണ്. അതുപോലെ തന്നെയാണ് OV വിജയൻ്റെ പുസ്തകവും. ഇപ്പം ഖസാക്ക് വായിക്കുമ്പോൾ ഖസാക്ക് നൽകുന്ന ഒരു സന്ദേശം, അവിടെ കുഞ്ഞാമിനെ ഉണ്ടാകുന്നുള്ളൂ, അവിടെ രവി ഉണ്ടാകുന്നു, ഈശ്വരവിശ്വാസി ഉണ്ടാകുന്നു, അതോടൊപ്പം ഖബർസ്ഥാനങ്ങൾ ആരാധിക്കുന്നവരുണ്ടാകുന്നു. ഇതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കേരളീയത നമ്മുടെ ഭാഷയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് OV വിജയന് മാത്രമേ ഉള്ളൂ. ആ OV വിജയനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CIAയുടെ ഏജൻ്റ് എന്ന് ചാപ്പ കുത്താൻ നമ്മൾ ചില സാഹിത്യ കൂട്ടായ്മകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വച്ചിട്ട് അത്തരം പിന്നെ പ്രവണതകളൊന്നും ഇല്ലാത്തൊരു വിലയിരുത്തലിൻ്റെ വേദിയാണ് അമേരിക്ക എന്നെനിക്ക് പറയുവാൻ കഴിയും. വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ അങ്ങനെ ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം, തെരഞ്ഞെടുപ്പുകളിൽ മാത്രം രാഷ്ട്രീയം വരികയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യം മുന്നിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സാംസ്കാരികമായി നമ്മൾ അമേരിക്കയിൽ ഒരുപാട് കുഴപ്പമുണ്ട്, മൂല്യങ്ങളില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. അമേരിക്കയിലും മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെ ഉൾക്കൊള്ളുകയും അതിനെ വളർത്തുകയും ചെയ്യണം. ഈ രാഷ്ട്രീയ അതിപ്രസരമാണ് നമ്മുടെ സംസ്ഥാനത്തിനെ ഇത്രയും പിന്നോട്ട് കൊണ്ടുപോയെന്ന് ബലമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലൊക്കെ എന്ത് അജണ്ടയായിരുന്നാലും അത് നമ്മുടെ തലമുറയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇത്രയും യുവാക്കൾ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോകുന്ന ഒരു പ്രവണത ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തുമില്ല. ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കും. ഈ ഏറ്റവും കൂടുതൽ യുവാക്കളെ അല്ലെങ്കിൽ രാജ്യത്ത് വളരുന്ന സമ്പത്തിനെ അവിടെ തന്നെ നിർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ ഒരാളിന് പുറത്തു പോയി പിന്നെ ജീവൻ തുടരാൻ വളരെയധികം പ്രതിബന്ധങ്ങളുള്ള രാജ്യമാണ്. കാരണം അവിടുത്തെ ഓരോ ബ്രെയിനിനെയും അവിടെ നിർത്തി അവർ ആ രാജ്യത്തിന് ഉപകരിക്കപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹ്യൂമൻ പവർ, മാൻ പവർ വളരെ കൂടുതലുണ്ട്. എങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ച വളർത്തി വലുതാക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോകുന്നത് നഷ്ടം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ ആൾ പുറത്തു പോകുന്നതിൽ കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ പോകുന്ന പ്രവണതയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾ കലാലയം വിട്ടു പോകുന്നു? കലാലയങ്ങളെല്ലാം രാഷ്ട്രീയ കലുഷിതമായതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ ജനങ്ങളുടെ ഭൗതികമായ പുരോഗതി, അതിനനുയോജ്യമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഇനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു. വെറും ഡോഗ്മാറ്റിസം, കാലഹരണപ്പെട്ട വരട്ട് തത്വശാസ്ത്രങ്ങളിൽ പിടിച്ചു നിൽക്കാതെ ഒരു മാറ്റം, അതാണ് അമേരിക്കയിൽ നമ്മളെമ്പാടും കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ രാജ്യത്തിന് കഴിയും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകും. അവർ കാലാകാലങ്ങളിൽ അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ
ദൈനംദിന വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ സ്വാധീനം വളരെ കുറവാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ എല്ലാ കാര്യത്തിലും അച്ഛനും മകനും വഴക്കുണ്ടായാൽ അതിൽ രാഷ്ട്രീയം കാണുന്ന കേരളം ഈ കാലത്ത് ഒരിക്കലും അനുയോജ്യമായ ഒരു രീതിയിലല്ല പോകുന്നത് എന്ന് ബലമായി വിശ്വസിക്കുന്ന ഒരു നല്ല വിഭാഗം ചെറുപ്പക്കാരാണ് ആ രാജ്യം വിടുന്നത്, ആ സംസ്ഥാനം വിടുന്നത് എന്നാണ് ഇവിടെ വരുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അമേരിക്കയിലെത്തുന്ന യുവാക്കളെയൊക്കെ പലപ്പോഴും അവരുമായിട്ട് സംവദിക്കാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പം 7 വർഷം 8 വർഷം അവിടെ പഠിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഇത്രയും ഉപയോഗിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിങ്ങൾ ആ രാജ്യത്തെ സേവിക്കാതെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ അവസരങ്ങൾ തേടി എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെയുള്ള എന്തിനും ഏതിനുമുള്ള രാഷ്ട്രീയ കലുഷിതമായ കലാലയ അന്തരീക്ഷം. തൊഴിൽ രംഗത്തായാലും അങ്ങനെ തന്നെ, നിയമനങ്ങളിലേക്കായിരുന്നാലും അല്ലെങ്കിൽ കോമ്പിറ്റൻസിയെ അംഗീകരിക്കാത്തൊരു സമൂഹം, വെറും ശുപാർശകളും രാഷ്ട്രീയ അടിമത്വവും നിലനിർത്താൻ വേണ്ടി മാത്രം പോകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം, അതിൽ നിന്നൊരു മോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ശശി തരൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ MP, എന്തായാലും ഞങ്ങളുടെ അഭിമാനമുള്ള ഒരു MP ആയിരുന്നു. ഒരു രാഷ്ട്രീയ ബോധം നോക്കാതെ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് എപ്പോഴും ശശി തരൂർ കഴിഞ്ഞ 3 പ്രാവശ്യം മത്സരിച്ചപ്പോഴും കണ്ടത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിനാണ്. അദ്ദേഹം ഒരുപാട് സമന്വിതമായി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്, രാഷ്ട്രീയം രണ്ടാമതാണ്. അത് വലിയ വിവാദമായി. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ രാഷ്ട്രീയ അടിമത്വം ബാധിച്ച് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. കക്ഷി രാഷ്ട്രീയം അത്രത്തോളം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെ മലീമസമാക്കിയിരിക്കുന്നു. അതാണ് എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഏകദേശം 2 പതിറ്റാണ്ട് അമേരിക്കയിൽ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ആ ഒരു സമാന അഭിപ്രായം തന്നെയാണ് ഇവിടെയുള്ള മലയാളി സമൂഹത്തിന് മിക്കവാറും എല്ലാവർക്കും ഉള്ളത്. അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.